ഇവനെന്തെവിടെ? അല്ല, ഇതാരാ വന്നിരിക്കുന്നത്? ജഗനോ? ഞാനെന്താ സ്വപ്നം കാണാണോ? ആ, ഇനി ഇതുപോലുള്ള ചില സ്വപ്നങ്ങളൊക്കെ പ്രകാശേട്ടന് കാണേണ്ടി വരും. ഇന്ന് ഞായറാഴ്ചയല്ലേ? നിങ്ങളെ പോലുള്ള രാഷ്ട്രീയക്കാര് ധർണ, ജാഥ, മാർച്ച് ഇതൊക്കെ നടത്തുന്ന ദിവസമല്ലേ? അതൊക്കെ മാറ്റിവെച്ച് ഇങ്ങോട്ട് വരാൻ തോന്നിയത്? ആ, രാഷ്ട്രീയക്കാര് ബന്ധുവീട്ടിൽ പോകാനും ഞായറാഴ്ചകള് തിരഞ്ഞെടുക്കാറുണ്ട് എന്റെ പ്രകാശേട്ട. അത് ശരി തന്നെ. ജഗൻ ഇങ്ങനെ ബന്ധുവീടുകളില്, അല്ല പ്രത്യേകിച്ച് ഈ വീട്ടിൽ അങ്ങനെ വരാറില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചാ. ആ, എന്നാ ഇനി മുതല് ഞാൻ മുടങ്ങാതെ സന്ദർശിക്കാൻ പോകുന്ന ബന്ധുവീടായിരിക്കും ഈ വീട്. ഓ, സന്തോഷം. ഇന്നെന്റെ അച്ഛമ്മ, അതായത് ഭവാനിയമ്മ, അവരുടെ വകയായിട്ട് ഒരു സ്പെഷ്യൽ ബിരിയാണിപ്പുട്ട് ഉണ്ടാക്കി. ബിരിയാണിപ്പുട്ട് എന്റെ പെങ്ങള് ഹരിതയ്ക്ക് ഭയങ്കര കൊതിയാ. ആ, അവക്ക് കൊടുക്കാനേ അച്ഛമ്മ കുറച്ച് ബിരിയാണിപ്പുട്ട് തന്നയച്ചു. അത് കൊടുക്കാനായിട്ടാണ് ഞാൻ വന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ കുടൽ കത്തുന്നു. ഹോട്ടലിൽ നിന്ന് കഴിച്ചാൽ കുറഞ്ഞത് 80 രൂപയെങ്കിലും ആവും. ബിരിയാണി പുട്ട് കഴിച്ചാൽ 80 രൂപ ലാഭിക്കാം. അല്ല, പ്രകാശേട്ടൻ എന്താ ആലോചിക്കുന്നത്? അല്ല, അത് ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് പോകാൻ ഇറങ്ങിയതാ. വീട്ടിലൊരു അതിഥി വരുമ്പോ ഇറങ്ങിപ്പോകുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിക്കുകയായിരുന്നു. അത് ശരി. ജഗൻ പോയി ഫുഡ് എടുത്തിട്ട് വാ. ഒരു മിനിറ്റ്. നമ്മൾ തമ്മിൽ കണ്ടു, സംസാരിച്ചു. അതോടെ പ്രകാശേട്ടൻ ആദിത്യ മര്യാദ പാലിച്ചല്ലോ. അല്ല, പ്രകാശേട്ടൻ എവിടെയോ അത്യാവശ്യമായിട്ട് പോകാൻ ഇറങ്ങിയതാണെന്നല്ലേ പറഞ്ഞത്? എവിടെന്ന് വെച്ചാ പോവാം. പുട്ട് വന്നത് പ്രമാണിച്ചല്ല, ജഗൻ വന്നത് പ്രമാണിച്ച് ഞാൻ ആ യാത്ര ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. ജഗന്റെ പെങ്ങളെ എന്റെ അനിയൻ തട്ടിക്കൊണ്ടുവന്നതാ. നിങ്ങളുടെ കുടുംബത്തിന്റെ സ്റ്റാറ്റസ് അനുസരിച്ച് മനോജ് ചെയ്തത് കന്നന്തിരിവ് തന്നെയാണ്. അല്ല, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. അതിൻ്റെയൊക്കെ ഒരു ചുരുക്കം വൈരാഗ്യവും അച്ഛനും അതിനേക്കാളേറെ എനിക്കും ഉണ്ടായിരുന്നു. അതൊക്കെ തനി ഓർത്തഡോക്സ് മെന്റാലിറ്റി അല്ലേ. അതൊക്കെ മാറ്റണം. മനോജിനോടും അച്ഛൻ ഏതാണ്ട് പൊരുത്തപ്പെട്ട ലക്ഷണമാണ്. അപ്പോ ഹരിതയുടെ സ്വത്ത് കുറുപ്പമാവൻ ഹരിതയുടെ പേരിൽ വ്യവസ്ഥപ്പെടുത്തി കൊടുക്കുന്നതാണോ? അങ്ങനെ ഒരു തീരുമാനം അച്ഛനുള്ളതായിട്ട് അറിവില്ല. പിന്നെ അച്ഛൻ്റെ അഹന്തയും മർക്കട മിഷ്ടിയൊക്കെ വെച്ച് നോക്കുമ്പോൾ അടുത്ത കാലത്തൊന്നും അത് നടക്കാനും പോകുന്നില്ല. നടക്കരുത്. കോടിക്കണക്കിനുള്ള ഭാര്യയുടെ സ്വത്ത് കിട്ടിയാൽ മനോജ് വളരും, കോടീശ്വരനാവും, എന്നെ ചവിട്ടിത്താഴ്ത്താനും തുടങ്ങും. പാടില്ല. അവൻ ഭാര്യാദാസനായി തെണ്ടിയായി തന്നെ കഴിയട്ടെ. മാനത്തെ കൊട്ടാ